ഇന്ത്യയെ ചൈന വളയുന്നുണ്ടോ? ഇന്ത്യയെ ചൈന വളയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ചുറ്റും ചൈന 8 മുതൽ 10 വരെ പുത്തൻ ആഴക്കടൽ തുറമുഖങ്ങൾ നിർമ്മിക്കുകയാണെന്നും അതേസമയം ഡൽഹിയിൽ നേപ്പാൾ വീണു, അടുത്തത് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴങ്ങുമ്പോൾ അതിനു പിന്നിൽ വിദേശ ശക്തിയാണെന്ന് തനിക്ക് സംശയിച്ചുകൂടെയെന്നും രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ടുള്ള ഹരിവംശ് നാരായൺ സിംഗ് പറയുന്നു. സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വിദേശത്തു നിന്ന് ശ്രമങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യ വലിയൊരു സമ്പദ് ശക്തിയായി വളരുകയാണ്. മറ്റൊരു ചൈന ഉയർന്നു വരാൻ US സമ്മതിക്കില്ലെന്നായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. ലോകത്തെ ആയുധ ലോബികളുടെ ഇപ്പോഴത്തെ സങ്കടം ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതാണ്. അതേസമയം ഇന്ത്യക്ക് ചുറ്റും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഉൾപ്പെടെ ചൈന 8-10 തുറമുഖങ്ങൾ നിർമ്മിക്കുന്നു. നേപ്പാളിലും അവർ സ്വാധീനം ശക്തമാക്കുന്നു. ഇതേ പശ്ചാത്തലത്തിലാണ് നേപ്പാളിൽ ജൻസി ഭരണം പിടിച്ചെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ നേപ്പാൾ കഴിഞ്ഞു, അടുത്തത് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർന്നത്. ആ മുദ്രാവാക്യത്തിന് പിന്നിൽ വിദേശ ശക്തിയാണെന്ന് തനിക്ക് സംശയിച്ചുകൂടെയെന്നും ഹരിവംശ് നാരായൺ സിംഗ് ചോദിച്ചതായി വാർത്താ ഏജൻസി ആയിട്ടുള്ള ANA ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർലമെന്റിലെ വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് പല ദിവസങ്ങളിലും തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ANAക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഉപാധ്യക്ഷൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.